നമസ്കാരം. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പായി ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. കോളനി, ഊര്, സങ്കേതം എന്നീ പദങ്ങൾ ഒഴിവാക്കി പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നിങ്ങനെ ഉപയോഗിക്കണമെന്നായിരുന്നു രാധാകൃഷ്ണന്റെ തീരുമാനം. കോളനി എന്ന പദം അടിമത്തത്തിൻ്റെതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മന്ത്രിപദം രാജിവെക്കുന്നതിന് തൊട്ടു മുൻപ് ദേവസ്വം മന്ത്രിയായിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ ഉത്തരവിറക്കിയത്. കോളനി എന്ന പേര് എടുത്തു കളയണം. കോളനി എന്ന പദം അടിമത്തത്തിൻ്റെതാണ്. അത് മേലാളന്മാർ ഉണ്ടാക്കിയതാണ്. പേര് തന്നെ കേൾക്കുമ്പോൾ അപകർഷതാബോധം തോന്നുന്നു. ആ പേര് ഇല്ലാതാക്കുകയാണ്. പകരം പേര് ആ പ്രദേശത്തുള്ളവർക്ക് പറയാം. പക്ഷെ വ്യക്തികളുടെ പേരിൽ വേണ്ട എന്നാണ് കരുതുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ രാധാകൃഷ്ണൻ പറഞ്ഞ് നാവെടുക്കും മുൻപ് തന്നെ മന്ത്രിയെ കളിയാക്കിയെന്നോണം ഈ പദം നിയമസഭയിൽ ഉപയോഗിച്ച് മന്ത്രി കെ രാജൻ. എന്നാൽ താൻ പദം ഒഴിവാക്കുന്നതിന് മുൻപ് തയ്യാറാക്കിയ കുറിപ്പ് വായിച്ചതാണ് എന്ന മന്ത്രി മറുപടി നൽകിയെങ്കിലും അതുമൂലം വന്ന നാവ് പിഴവാണ് എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞുവെങ്കിലും ചിലർക്കെങ്കിലും ഈ സംസാരത്തിൽ മുറുമുറുപ്പുണ്ട്. സഭയിൽ സബ്മിഷൻ അവതരണത്തിനിടെയാണ് കോളനി എന്ന വാക്ക് കെ രാജൻ ഇന്ന് ഉപയോഗിച്ചത്. ഉടൻ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ഇടപെട്ട് കോളനി പ്രയോഗം ഒഴിവാക്കാൻ ഉത്തരവിട്ടിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി. പിന്നാലെ മന്ത്രി ഈ വാക്ക് തിരുത്തി നഗർ എന്ന് വായിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഉത്തരവ് ഇന്നലെ ഇറങ്ങിയതാണ് എന്നും ഇന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കണമായിരുന്നുവെന്നും ഡെപ്യൂട്ടി സ്പീക്കർ മന്ത്രി കെ രാജന് താക്കീത് നൽകി. മന്ത്രിപദം ഒഴിയുന്നതിന് മുൻപ് കെ രാധാകൃഷ്ണൻ എടുത്ത ഒരു സുപ്രധാന തീരുമാനം തന്നെയായിരുന്നു ഇത്. കോളനി എന്ന വാക്ക് ഒഴിവാക്കുമെന്നതായിരുന്നു രാധാകൃഷ്ണന്റെ അവസാനത്തെ ഉത്തരവ്. നിലവിൽ വ്യക്തികളുടെ പേരിലുള്ള സ്ഥലപ്പേര് മാറില്ല, മറിച്ച് അതിലെ കോളനി എന്ന പദം ഒഴിവാക്കാനായിരുന്നു തീരുമാനം. കോളനി, ഊര്, സങ്കേതം എന്നിവ ഒഴിവാക്കിക്കൊണ്ട് പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നിങ്ങനെ ഉപയോഗിക്കാനായിരുന്നു തീരുമാനം. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട താൻ മന്ത്രിപദം ഒഴിയുന്നത് പൂർണ്ണ തൃപ്തനായി തന്നെയാണ് എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുവിധം എല്ലാം തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുവെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രി, MLA പദവികൾ രാജിവെക്കുകയായിരുന്നു. സമയം കേരളത്തിന്റെ ഏക പ്രതിനിധിയായതിൽ വിഷമമുണ്ടോ എന്ന ചോദ്യത്തോട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെയായിപ്പോയി. വരുന്നത് വെച്ച് ഡീൽ ചെയ്യും. ഓരോ സന്ദർഭത്തെയും അതിജീവിക്കാനുള്ള ഇടപെടൽ നടത്തും. കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതുണ്ടായില്ല. പകരം മന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. പാർട്ടി അത് തീരുമാനിക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചത് വ്യക്തിപ്രഭാവം കൊണ്ടല്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ലഭിച്ച വോട്ടുകൾ കൊണ്ട് മാത്രമാണ് എന്ന് കെ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല 19 സീറ്റുകൾ നഷ്ടപ്പെട്ടത്. മറ്റ് വിഷയങ്ങളുള്ളത് കാരണവുമാകാം അങ്ങനെ സംഭവിച്ചത്. അതെല്ലാം പാർട്ടി പരിശോധിക്കുമെന്നും കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നതിന് മുൻപായി MLA സ്ഥാനം രാജിവെക്കും. ദേവസ്വം മന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് പകരക്കാരനെ പാർട്ടി തീരുമാനിക്കുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ വേഷം കെട്ടണമെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേവസ്വം ബോർഡിന് കീഴിൽ സ്കൂളുകളിൽ അധ്യാപകരെയും അനധ്യാപകരെയും റിസർവേഷൻ അടിസ്ഥാനത്തിൽ എടുക്കാനും തീരുമാനിച്ചു. ദേവസ്വം ഭൂമികൾ തിരിച്ചുപിടിച്ചു. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൽ സാമൂഹിക അന്തരീക്ഷം മാറ്റാൻ തന്നെ കൊണ്ട് സാധിച്ചുവെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. 2018 മുതൽ ഇന്ത്യയിലെ ഭരണം അർദ്ധ ഫാസിസ്റ്റ് ഭരണമായി മാറി. മതനിരപേക്ഷ ജനാധിപത്യ സർക്കാർ വരണമെന്ന ആശയം CPIM മുന്നോട്ട് വെച്ചതാണ്. ആ ആശയത്തിന് കിട്ടുന്ന പിന്തുണയെ തങ്ങൾ അംഗീകരിക്കുന്നുവെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു.